കരീബിയൻ കടലിൽ അമേരിക്ക ഉപരോധവും സേനാവിന്യാസവും കടുപ്പിക്കുന്നു. അമേരിക്കയുടെ ലക്ഷ്യം വെനസ്വേലയാണ്. ഇതോടെ വെനസ്വേല റഷ്യ, ചൈന, ഇറാൻ എന്നീ രാജ്യങ്ങളോട് സൈനിക സഹായം തേടിയതായി റിപ്പോർട്ട്. പ്രതിരോധ റഡാറുകൾ, വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി, മിസൈലുകൾ എന്നിവയ്ക്കായി വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ഈ രാജ്യങ്ങളെ സമീപിച്ചെന്നാണ് റിപ്പോർട്ട്. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. വെനസ്വേലയെ പിന്തുണയ്ക്കുമെന്ന് റഷ്യ വ്യക്തമാക്കി. വെനസ്വേലയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഭീഷണി എവിടെ നിന്ന് വന്നാലും അവയെ മറികടക്കാൻ സഹായിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഹാരോവ അറിയിച്ചു. മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിച്ച് അമേരിക്കയുടെ ഏറ്റവും നൂതനമായ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് കരീബിയൻ മേഖലയിലേക്ക് നീങ്ങിയിരുന്നു. ലഹരിക്കടത്ത് തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. നിലവിൽ മെഡിറ്ററേനിയൻ കടലിലാണ് കപ്പലുള്ളത്. അവിടെ നിന്ന് കപ്പൽ ലാറ്റിൻ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ട്. കരീബിയൻ മേഖലയിൽ US സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. US മയക്കുമരുന്ന് കടത്തുന്നതായി ആരോപിച്ച് വെനസ്വേല തീരത്ത് നിരവധി ബോട്ടുകൾ അടുത്തിടെ US സൈന്യം തകർത്തിരുന്നു. മയക്കുമരുന്ന് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ മദുറോ US നേരിടുന്നുണ്ട്. മദുറോ മയക്കുമരുന്ന് കടത്ത് സംഘടനയുടെ നേതാവാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ സൈനിക നടപടികളെയും US സൈനിക വിന്യാസത്തെയും വിമർശിച്ചിരുന്നു. തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ US ഭരണകൂടം നടത്തുന്ന ശ്രമമാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു. അതിനിടെ ഏറ്റവും ഒടുവിൽ കരീബിയൻ കടലിൽ US സൈന്യം ആക്രമണം നടത്തി. വെനസ്വേലയുടെ അടുത്തായി നടന്ന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ലഹരിമരുന്ന് കടത്തുകാരെയാണ് ആക്രമിച്ചതെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെയ്സത്ത് പറഞ്ഞു. US ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഒരു വിഭാഗമാണ് കപ്പലിലുണ്ടായിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണമെന്ന് സൈന്യം പറഞ്ഞു. സെപ്റ്റംബർ 1 മുതൽ കരീബിയൻ തീരത്ത് US സൈന്യം നടത്തുന്ന 15ാമത്തെ ആക്രമണമാണിത്. ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ US സൈന്യം 64 പേരെയെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ട്. US മയക്കുമരുന്ന് ഒഴുക്ക് തടയാനാണ് ആക്രമണമെന്നാണ് US അവകാശപ്പെടുന്നത്. വലിയ സൈനിക വിന്യാസമാണ് മേഖലയിൽ US നടത്തിയിരിക്കുന്നത്.